സർ 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 ഒന്ന് നിൽക്കൂ സർ, ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ സർ, പ്ലീസ് അവനെ വിട്ടേക്ക്, വിട്. നിങ്ങൾക്ക് എന്താ വേണ്ടത്? ദേ ശിവാനി, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് സംസാരിച്ച് പരിഹാരം ഉണ്ടാക്കാം. നീ ആദ്യം ഈ പരാതി ഒന്ന് പിൻവലിക്ക്, എന്നിട്ട് ഗൗതമിനെ വിടാൻ പറയേ. ആന്റി ഒന്ന് മിണ്ടാതിരിക്കോ. ഇത് എന്റെ ഭർത്താവിന്റെ ജീവന്റെ പ്രശ്നം. എനിക്ക് പ്രണവിനെ കണ്ടുപിടിച്ചേ പറ്റൂ. സർ, ആ വീഡിയോ മാത്രം തെളിവായിട്ട് എടുക്കരുത്. സാറ് ഗൗതമിനെയും പ്രണവിനെയും ഒരുമിച്ച് കാറിൽ വെച്ച് കണ്ടു എന്ന് പറയുന്നത് അവനെ രക്ഷിച്ചുകൊണ്ട് വരുമ്പോഴാണ്. ആദ്യ വഴിയിൽ അവൻ കാറിൽ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്തു. അതാണ് സർ സത്യം. ഇയാളൊന്ന് അടങ്ങ്. സത്യം കണ്ടുപിടിക്കാനാണല്ലോ പ്രതിയെ കൊണ്ടുപോകുന്നത്. ഇതേ ഒരു കിഡ്നാപ്പിംഗ് കേസാ, അങ്ങനെ വിട്ടുകളയാനൊന്നും പറ്റില്ല. സാർ, ഞാൻ പറഞ്ഞല്ല സത്യമാ. പ്രണവിനെ കാണാതായെങ്കിൽ അവനെ കണ്ടുപിടിക്കാന്നുള്ളത് എന്റെയും കൂടെ ആവശ്യമാണ്. ഈ കാർ എന്റേതാ? എന്റേതാ. ഈ കാറിൽ വെച്ചാണല്ലോ നിങ്ങളെയും പ്രണവിനെയും ഞാൻ കണ്ടത്. അത് ഞാൻ തന്നെയാണ് സാറിനോട് അങ്ങോട്ട് പറഞ്ഞത്. ഈ കാർ ഒന്ന് ഓപ്പൺ ചെയ്തേ. ഓപ്പൺ ചെയ്യണം. അങ്ങോട്ടല്ലേ? ശരി സാർ. അടിക്കും തുറന്നേ. ഈ ബാഗ് ആരുടേതാ? ഇത് പ്രണവിന്റെ ബാഗാ സർ. ആ, ഇതൊന്ന് ഓപ്പൺ ചെയ്തേ. സർ, ഇത് കണ്ടോ? ഇത് പ്രണവ് ഡൽഹിയിൽ മീറ്റിംഗിന് പോകാനായിട്ട് എടുത്തു വെച്ച കമ്പനിയുടെ ഡോക്യുമെന്റ്സ്. പ്രണവ് ഡൽഹിയിലേക്ക് കൊണ്ടുപോകാൻ എടുത്ത ബാഗ് ഇയാളുടെ കാറിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ പ്രണവിനെ തട്ടിക്കൊണ്ട് പോയത് ഇയാൾ തന്നെയാ. ശിവാനി, വെറുതെ അനാവശ്യം പറയല്ലേ. ഈ ഡോക്യുമെന്റ്സും സ്വത്തും ഒക്കെ തന്നെ ഇയാളുടെ പ്രശ്നം. പ്രണവിനെ കൊന്നോളാനായിരിക്കും ഇയാൾ പിടിച്ചോട്ട് പോയത്. ദ്രോഹി. പറയടാ, എന്റെ പ്രണവിനെ നിങ്ങൾ എന്താ ചെയ്തേ? കൊന്നോ? പറ, പ്രണവ് എവിടെ? എന്റെ പ്രണവിനെ എന്താ ചെയ്തേ? ശിവാനി, എന്ത് പ്ലാന്താ നീ കാണിക്കുന്നേ? ബാഗ് കാറി കണ്ട ഉടനെ ഗൗതം അവനെ കൊന്നാവോ? വെറുതെ ബായി തോന്നൊന്നും വിളിച്ചു പറയല്ലേ. ശിവാനി, ഇങ്ങോട്ട് പറയിക്കേ. സർ, പ്രണവ് വന്ന കാറിലെ ഡ്രൈവറാ ഈ ബാഗ് എടുത്ത് എന്റെ കാറിൽ വെച്ച് തന്നത്. ഞാൻ വീണ്ടും പറയുക, ഡീറ്റെയിൽ ആയിട്ടൊന്ന് അന്വേഷിച്ചിട്ട് വേണം ഗൗതമിനെ അറസ്റ്റ് ചെയ്യാൻ. ദൈവമേ, എന്റെ പ്രണവിനെ എന്ത് ചെയ്തെന്ന് അറിയില്ലല്ലോ. എന്റെ പ്രണവിനൊരു ആപത്ത് വരുത്തല്ലേ ഈശ്വര. സാർ, ഇയാളെ പിടിച്ചോണ്ട് ചോദ്യം ചെയ്യും സാറേ. ഇവര് പറയുന്നേക്കാ നിക്കല്ലേ. നടക്കണോ ഇങ്ങോട്ട്? ഗിരീഷേ, ആ ബാഗും സാധനങ്ങളും ഒക്കെ എടുത്ത് ജീപ്പിൽ വെക്കുക. അവന് വീട് സാറേ. താങ്ക് യു വെരി മച്ച് മിസ്റ്റർ പോലീസ് ഓഫീസർ. താങ്ക് യു സുരേഷ്. സുരേഷിനെ ഒരു ദൗത്യം ഏൽപ്പിച്ചാൽ അത് ഞാൻ പ്രതീക്ഷിക്കുന്നതിലും ഭംഗിയായി നിറവേറ്റി തരുമെന്ന് എനിക്ക് ഉത്തമ ബോധ്യമുണ്ടായിരുന്നു. അങ്ങനെ ഗൗതം എന്ന പുലി കെണിയിൽ കുടുങ്ങി അല്ലേ? ഞാൻ ജ്യോതിക്ക് കൊടുക്കുക. സുരേഷ് സാറിന് എന്റെ വക നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു.
ഇനി എന്താ വേണ്ടെന്ന് സാറിന് അറിയാലോ. ഒരു നിസാരം കിഡ്നാപ്പിംഗ് കേസിലേക്കോ ഒരു കുടുംബ വഴക്കിന്റെ സ്ഥിരം ക്ലേശയിലേക്കോ ഇതിനെ ഒതുക്കി കളയരുത്. ഓക്കെ സുരേഷ്, വൺസ് അഗൈൻ താങ്ക്സ്. മിസ്റ്റർ CKC, മൈ ഡിയർ ഹസ്ബൻഡ് കൊടുകൈ. എന്റെയും എന്റെ അച്ഛന്റെയും ആവശ്യപ്രകാരം CKC എന്റെ കഴുത്തിൽ താലി കെട്ടിയപ്പോ പോലും ഉണ്ടാകാത്തൊരു സന്തോഷം. ലക്ഷങ്ങൾ വിലയുള്ള ഡയമണ്ട് നെക്ലേസ് വാങ്ങി CKC എന്റെ കഴുത്തിൽ അണിയിച്ചു തന്നപ്പോ പോലും ഉണ്ടാകാത്തൊരു നിർവൃതി. ഞാൻ ഏൽപ്പിച്ചൊരു ദൗത്യം ആണുബിയുടെ വ്യത്യാസമില്ലാതെ എന്റെ ഭർത്താവ് എനിക്ക് സാധിച്ചു തന്നിരിക്കുന്നു. ഐ എം പ്രൗഡ് ഓഫ് യു CKC. ബിസിനസ്സിലും ജീവിതത്തിലും അനവധി നേട്ടങ്ങൾ കൊയ്തെടുത്തപ്പോഴും നിന്നെപ്പോലും അതിശയിപ്പിക്കുന്ന വിജയങ്ങളിലേക്ക് ഞാൻ നടന്നു കയറിയപ്പോഴും എന്തിന് എന്റെ കുഞ്ഞിനെ നീ വയറ്റിൽ ചുമക്കുന്നുണ്ടെന്ന് ആദ്യമായി അറിഞ്ഞപ്പോ പോലും നിന്നിൽ കാണാൻ കഴിയാത്തൊരു സന്തോഷം എനിക്കിപ്പോ കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് നേടിത്തരാനായതിൽ ഞാൻ അഭിമാനിക്കുന്നു ജ്യോതി. സത്യം പറഞ്ഞ ഒരു കാര്യത്തിലും നിന്റെ മനസ്സിനെ പൂർണ്ണമായി തൃപ്തിപ്പെടുത്താനാവാത്തൊരു ഭർത്താവ് എന്ന അപകർഷതാബോധം എന്നെ വല്ലാതെ വേട്ടയാടിയിരുന്നു. ഇന്ന് ഗൗതമിന്റെ ഈ അറസ്റ്റോടെ ആ കോംപ്ലക്സ് അപ്പാടെ ഉരുകി ഒലിച്ച് തീർന്നിരിക്കുന്നു. ഇനി നേടാനൊന്നുമില്ല എന്നൊരു തോന്നൽ. നോ, ഇനിയാണ് ഉത്തരവാദിത്തങ്ങൾ. അതിലേറ്റവും പ്രധാനം ഇപ്പൊ നമ്മുടെ കെണിയിൽ വീണ ഗൗതം എന്ന പുലിയെ ഒരു കൊടുങ്കാട്ടിൽ പോലും സ്വൈര വിഹാരത്തിന് ഇറക്കി വിടരുതെന്നാണ്. അവനെ റിമാൻഡ് ചെയ്ത് ജയിലിലേക്ക് അയക്കാനുള്ള ചിത്രപ്പണികള് സുരേഷ് FIRൽ എഴുതി ചേർത്തോളൂ. പിന്നെ അവൻ ജീവിതകാലം മുഴുവൻ അഴിക്കുള്ളിലാകണമെങ്കിൽ ഒന്നിനു പുറകെ ഒന്നായി കെണികൾ ഒരുക്കാനുള്ള ജാഗ്രത CKCക്ക് വേണം. ഞാനത് ചെയ്യും ജ്യോതി. ഗൗതമിനെ എന്നേക്കുമായി തളച്ചാൽ മാത്രമേ ഈശ്വരമംഗലം ഗ്രൂപ്പ് ഓഫ് ഇൻഡസ്ട്രീസ് എന്ന മഹാപ്രസ്ഥാനത്തെ എന്റെ കൈവെള്ളയിലെടുത്ത് വെക്കാനാവൂ എനിക്ക്. ഈശ്വരമംഗലം ഗ്രൂപ്പ് ഓഫ് കമ്പനി CKC എന്റർപ്രൈസസിന് മുന്നിൽ അലിഞ്ഞില്ലാതാകുന്ന ഒരു ദിവസം, അന്ന് എല്ലാ ഉത്തരവാദിത്തങ്ങളും മോളെ ഏൽപ്പിച്ച് ഒരു രാജാവിനെ പോലെ ഒരു സിംഹാസനം പണിഞ്ഞ് ഞാൻ ഈ വീടിന്റെ ഉമ്മറത്തിട്ട് അതിലിരുന്ന് വിശ്രമിക്കും. ആശയങ്ങളൊക്കെ നല്ലതാ, പക്ഷേ എന്നെങ്കിലും ഒരിക്കൽ പ്രണവും ശിവാനി ഇതറിഞ്ഞ ഇനി പ്രണവ് പുറം ലോകം കാണുന്നത് മുതൽ അവൻ തന്നെ ഗൗതമിന് വേട്ടയാടി തുടങ്ങും. ആ വേട്ടയാടലിൽ ഒരു അപകടം നമ്മൾ കാണണം CKC. അത്തരം നീക്കങ്ങളിൽപ്പെട്ട് സത്യങ്ങൾ പുറത്തു വന്നേക്കാം. അങ്ങനൊരു ഭയം CKCക്കില്ലേ? നോ, നെവർ. ലെവലേശമില്ല ജ്യോതി. ഒരിക്കലും തിരിഞ്ഞു നോക്കാൻ